ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേകിനോട് പറയുന്നുണ്ട് ശിവയും അതുപോലെ തന്നെ അഭയും അജ്ജും ഒക്കെ പറയുകയാണ്, എത്രയും പെട്ടെന്ന് വിവേക് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വായോ, ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടെന്ന് പറയുന്നു. എന്തായാലും ഇപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആയതാണ്, പിന്നെ ഇനി ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടി പോകാം എന്നും പറയുന്നുണ്ട്. അല്ല, ഈ വെയിലത്ത് നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടണോ, അകത്തേക്ക് പോയിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്. ഇത് ഓർക്കുമ്പോൾ കാനഡയിൽ ഞങ്ങളുടെ ഓണാഘോഷത്തെക്കുറിച്ചൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നതെന്നൊക്കെ പറയുന്നു കേട്ടോ. എല്ലാവരും നാട്ടിൽ ഈ ഒരു സെലിബ്രേഷനൊക്കെയാണ് ഓർക്കുക. വിവേക് നേരെ തിരിച്ചാണല്ലോ എന്ന് പറയുന്നുണ്ട് അഞ്ജു. അപ്പോഴത്തേനും ശിവ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിവേക് ഒരു സംതിങ് സ്പെഷ്യലാണെന്ന് പറയുന്നുണ്ട്. വിവേകം തിരിച്ചു അങ്ങനെ തന്നെ. എന്തായാലും എല്ലാവരും ഒരേപോലെ പറഞ്ഞാൽ ശരിയാവോ, എല്ലാവരും ഒന്ന് മാറ്റി പിടിക്കണ്ടേ, അതുകൊണ്ട് തന്നെയാണ് ഞാനും അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇവിടെ നിന്നതൊക്കെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിക്രമിനെയാണ് കാണിക്കുന്നത്. ഹരിതയെ കൊണ്ട് നാട്ടിലേക്ക് പോകാനായിട്ടൊരു പ്ലാനുണ്ട്. ആ സമയത്ത് തന്നെ ഹരിത ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളെ ഒന്ന് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്താ മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേനും, അതല്ല, ഒരു കാര്യം കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ പൊതുശത്രുവായിട്ടുള്ള ആ വസുന്ധരാദേവി മരിച്ചുപോയെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ഈ പറയുന്നത്? ഇത് കേൾക്കുന്ന ഷാർമിളാകെ ഞെട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ഇവർ പറയുന്നത്, സത്യമാണോ? ഞാൻ ഏർപ്പാടാക്കിയ CIDകളാണ് എനിക്ക് ഈ ഒരു ന്യൂസ് എത്തിച്ചത്. അവർ പറഞ്ഞു, അവർ വസുന്ധരാദേവിയുടെ വീടിൻ്റെ മുറ്റത്ത് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം മോളെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊതുശത്രുവാണ് അവൾ, അവളെ ഇന്ന് അവസാനത്തോടു കൂടി കാണണം എനിക്കെന്നും വിക്രമ് പറയാട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഷാർമിള, ഇതൊക്കെ സത്യം തന്നെയാണോ? നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെടേണ്ട കാര്യമില്ല, ഒരാളുടെ മരണ വാർത്തയിൽ ഇങ്ങനെ സന്തോഷിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് സ്ത്രീകളെ ഞാൻ ഉപദ്രവിക്കാറില്ല, പക്ഷേ അവർ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ ഞാൻ കൊടുക്കാറുണ്ടെന്ന രീതിയിലൊക്കെ പറയാം കേട്ടോ. അപ്പോഴത്തന്നെ മനസ്സിലാക്കുക കേട്ടോ ഷാർമിള, ഇങ്ങനെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം എന്നൊക്കെ. ഇതിന് ശേഷം തന്നെ, മോളെ ഒരു റീത്ത് ഓർഡർ ചെയ്യണം, അങ്കിളെ ഞാനും വരട്ടെ, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഇറങ്ങുക കേട്ടോ. ആ സമയത്ത് തന്നെ വീണ്ടും വിവേകിനെയും അതുപോലെ തന്നെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വർഷയാണെങ്കിലോ, ഇവരെന്താ അങ്ങോട്ട് മാറി നിൽക്കാത്തത്? എത്ര നേരമായി ഇങ്ങനെ സംസാരിക്കൽ തുടങ്ങിയത്? ഇവരോട് ഞാൻ പറഞ്ഞതാണ് വിവേകിനെ അവിടെ നിന്ന് മാറ്റാൻ, പക്ഷെ അവർ കേൾക്കുന്നില്ല. കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവും ഇല്ലല്ലോ, എന്തിത്ര സംസാരിക്കാൻ എന്നൊക്കെ ഒരു കുശുമ്പോട് കൂടി തന്നെയാട്ടോ വർഷ കാണുന്നത്. അതിനുശേഷം വീണ്ടും തന്നെ ഷാർമിള വർഷയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ എന്താ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ ഇപ്പോഴാണ് ഞാൻ ആ ന്യൂസ് അറിഞ്ഞത്, ഒരുപാട് സങ്കടമായി എന്ന് പറയുന്നുണ്ട്. എന്താ അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഓണറുണ്ടല്ലോ, വീടിൻ്റെ ഹൗസ് ഓണർ ഉണ്ടല്ലോ വസുന്ധരാദേവി, അവർ മരിച്ച കാര്യം ഞാൻ ഇപ്പോഴും അറിയുന്നതെന്ന് പറയുന്നു. അതെപ്പോഴോ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആൻറ്റിയുടെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ലല്ലോ ഇത് മരിച്ച കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ എന്തൊക്കെയാണ് നീ പറയുന്നത്? ഹരിതയുടെ ഒരു ചാരപ്പണിക്കാർ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അവരാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. അയ്യോ ആൻറ്റി, അത് എന്തായാലും മാഡം മരിച്ചതിൻ്റെ ഫ്ലെക്സ് അല്ല, നമ്മുടെ മീഡിയയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഫ്ലെക്സൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അയ്യോ, ഞാൻ തെറ്റിദ്ധരിച്ചു മോളെ. എന്തായാലും ഇവിടെ വിക്രമും അതുപോലെ ഹരിതയും അങ്ങോട്ട് വരാനായിട്ട് തയ്യാറായി നിൽക്കുകയാണെന്ന് പറയുന്നു. ആൻറ്റി പോയിട്ട് അങ്കിളിനോട് അങ്ങോട്ട് വരണ്ട എന്ന് പറയൂ. അത് വേണ്ട മോളെ, അവരങ്ങ് വന്നങ്ങ് നാറട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ ആൻറ്റി, പിന്നെ എന്തൊക്കെയുണ്ട് ആൻറ്റി എന്ന് ചോദിക്കുമ്പം, ഒന്നും പറയണ്ട, വിവേകിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പൈങ്കിളി പെൺകുട്ടികൾ അവിടെ ഉണ്ട്. ഒന്ന് ആൻറ്റിയുടെ മോളും ഒന്ന് ആൻറ്റിയുടെ മരുമകളും ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും സാരമില്ല മോളെ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ അമ്മയെപ്പോലെ കരുതാനായിട്ട്. മോൾ ഇങ്ങനെ തന്നെ സംസാരിക്കണം, എന്നാലേ എനിക്ക് സന്തോഷമാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇനാഗ്രേഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. ആ സമയത്ത് ഷാർമിള പോയിട്ട് രാഹുലിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഒരു പൂരം നടക്കാൻ പോകുന്നുണ്ട് മോനെ, അതിന് വേണ്ടിയിട്ട് കെട്ടി ഒരുങ്ങി പോകുന്നുണ്ട് ഹരിതയും അതുപോലെ തന്നെ വിക്രമും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാ ആൻറ്റി? അതൊക്കെ പറയാം, അവരങ്ങ് പോട്ടെ. അപ്പോഴത്തേനും ഹരിത മോളെ റീത്ത് വാങ്ങിക്കണ്ടേ? അത് ഡ്രൈവറോട് നമുക്ക് വാങ്ങിപ്പിക്കാം അങ്കിളെ. പിന്നെ മീഡിയക്കാരെയൊക്കെ അറിയിച്ചോ? ഇന്ന് നന്നായിട്ട് തന്നെ അങ്കിളിൻ്റെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെ
മരിച്ച വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നു കേട്ടോ. ആ സമയത്ത് ശാർമിളയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് രാഹുലിനോട് പറയുന്നുണ്ട്, ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? അങ്ങനെ വസുന്ധരാദേവി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്താ ആൻറ്റി പറയുന്നത്? അതൊരു ഫേക്കായ ന്യൂസാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഹരിതയുടെ ചാരപ്പണിക്കാർ അവിടെ പോയപ്പോൾ ഒരു ഫ്ലെക്സ് കണ്ടു വസുന്ധരയുടെ. അത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവർക്ക് വായിക്കാൻ അറിയില്ലല്ലോ, അത് കാരണമാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് എന്താണ് പ്രത്യേകത? അവിടെ ഇന്ന് മീഡിയയുടെ ഉദ്ഘാടനമാണെന്ന് പറയുന്നു കേട്ടോ. ശിവതയുടെ പുതിയ മീഡിയയുടെ ഉദ്ഘാടനമാണെന്ന് പറയുമ്പോൾ അത് അഞ്ജു എന്നോട് പറഞ്ഞില്ലല്ലോ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അവൾ മറന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ ശിവയുടെ കാര്യത്തിൽ ശിവ തന്നെ പറയട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും, എന്താണെന്നറിയത്തില്ല. എന്നാലും എന്നോട് കാര്യങ്ങൾ പറയുന്നത് മോശമായല്ലോ. വർഷയുടെ കാര്യത്തിനൊക്കെ ഞാൻ എന്തിനൊക്കെ ഓടി നടന്നതാണ്. എന്നാലും ശിവയുടെ കാര്യം എന്താ പറയാഞ്ഞെന്നൊക്കെ പറഞ്ഞ് രാഹുലിന് വലിയ പരിഭവം കേട്ടോ അഞ്ജുവിനോട്. അതിനുശേഷം തന്നെ ശാർമിള പറയുന്നുണ്ട്, അത് സാരമില്ല മോൻ, അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അല്ല ആൻറ്റി എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്? അത് നീ അറിയണ്ട, അത് സമയത്താവുമ്പോൾ ഞാൻ തന്നെ പറയാമെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വർഷയ്ക്കാണെങ്കിൽ പുറത്തിറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. വർഷ വീണ്ടും ആ ജനൽ കൂടെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ക്യാമറയൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട് കേട്ടോ ശിവ. അങ്ങനത്തിന് അഭി വന്നിട്ട് അതിന് തൊടുന്നുണ്ട്. അതൊന്നും തൊടേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, ഇത് ആൻറ്റി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ശിവ, ഇങ്ങനെയൊക്കെ നോക്കിയ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും. അങ്ങനെ വസുധരയും അതുപോലെ തന്നെ പാലനും എത്തുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ഈ ഫ്ലെക്സ് കാണുമ്പോൾ വസുവിൻ്റെ ഫോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല എൻ്റെ ഫോട്ടോ കൂടി വെക്കായിരുന്നു, അതല്ലേ ഒരു ഐശ്വര്യം. ഇത് നിങ്ങളുടെയും കൂടി വെക്കാൻ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വെച്ചിട്ടുള്ള ഫോട്ടോ ഒന്നല്ല. എന്നാലും വസു ചെറുതായിട്ടൊന്ന് അഭിനന്ദനങ്ങൾ പറഞ്ഞെങ്കിലും വെക്കായിരുന്നു. എന്താ കണ്ണ് തട്ടാതിരിക്കാനോ? അല്ല ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോത്തിന് ആരും കണ്ണ് തട്ടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നീടും കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വിക്രമിൻ്റെ അവസാനമാണ് ഇന്ന് തുടങ്ങാനായിട്ട് പോകുന്നത്. ലക്ഷ്മിയോടായിട്ട് മനസ്സൊരുക്കി പറയുന്നുണ്ട്, നിൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളുമായിട്ട് ഞാനിന്ന് യുദ്ധം തുടങ്ങാനായിട്ട് പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ആ ചാരപ്പണിക്കാർ അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അയ്യോ, ഇത് തെറ്റായ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ കൊടുത്തത്, മറ്റൊന്നല്ല. ആ മരിച്ച സ്ത്രീയല്ലേ ആ നിൽക്കുന്നത്. അപ്പോൾ ഇവർ മരിച്ചിട്ടില്ലല്ലോ, ഇന്നേത് ഇനാഗ്രേഷൻ ആണല്ലോ. ഇനി വിക്രം സാറോട് നമ്മൾ എന്ത് പറയും? നമ്മൾ സി ഐ ഡിയിലേക്ക് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് മുങ്ങുകയായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞ് അവർ മുങ്ങുന്നു കേട്ടോ. പിന്നെ ധനൽബാലിനെ അതുപോലെ തന്നെ വിവേകിനെ തന്നെയാണ് കാണിക്കുന്നത്. അതപ്പോൾ തന്നെ അഞ്ജുവിന് ഫോൺ ചെയ്യാട്ടോ ചെയ്യുന്നത്. വർഷ, എത്രയും പെട്ടെന്ന് നീ അകത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. വിവേകാണെങ്കിലോ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർ പെട്ടു, ഇനി എന്തായാലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ നിവൃത്തിയൊന്നുമില്ല, പോയി വിളിച്ചുകൊണ്ട് വാടി എന്ന രീതിയിൽ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിലും അഞ്ചും വർഷം കൂടി അകത്ത് നിന്ന് സംസാരിക്കുന്നു. എന്താടോ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ താൻ എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞയച്ചു വിട്ടത്? പക്ഷെ അവിടെ പോയിട്ട് താൻ ഒന്നും തന്നെ ചെയ്തില്ലല്ലോ. ഇപ്പം കണ്ടോ, ആ വിവേകമായിട്ട് കൊഞ്ചി കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുലേട്ടൻ എന്ത് സുന്ദരനാണ്, എന്നിട്ട് താൻ ആ വിവേകിനോടാണോ കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അല്ല വർഷേ, വിവേകിനെ കാണുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വിവേക് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പോൾ രാഹുലേട്ടനെ വിളിച്ച് പറയും, തൻ്റെ കല്യാണം കഴിഞ്ഞതാണല്ലോ. ബാക്കി 2 പേരുടെ കാര്യമാണെങ്കിൽ അവർ ഒന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. തൻ്റെ കാര്യം അങ്ങനെയല്ലോ. പിന്നെ ഞാൻ വിവേകമായിട്ട് നിന്ന് ഇങ്ങനെ നടക്കും. താൻ എന്നെ പുറത്തിറക്കാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും നേരം നടന്നോ? അത് ഞാൻ നോക്കട്ടെ. അപ്പോഴത്തേനും മല്ലിക അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. 2 പേരെയും അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ മല്ലികക്ക് അങ്ങോട്ട് ചെല്ലുമെന്ന് പറയുന്നുണ്ട്. അല്ല, നിങ്ങൾ 2 പേരെയും കൂട്ടിക്കൊണ്ട് പോകാനാണ് പറഞ്ഞേക്കുന്നതെന്ന് പറയുന്നു. ഞങ്ങൾ ഉടനെ എത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശിവയും അഭയും കൂടിയും സംസാരിക്കുന്നുണ്ട്. എങ്ങനെ ഇവിടുന്ന് വർഷയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം തന്നെ എവിടെ അഞ്ചു അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടെ മറ്റേ കുട്ടി എവിടെ, വർഷ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾക്കൊട്ടും സുഖമില്ല അങ്കിൾ എന്ന് പറയുന്നുണ്ട്. എന്ത് പറ്റി? അവൾക്ക് ഇന്നലെ മുതൽ നല്ല തലവേദന, നമുക്ക് ഡോക്ടറെ കാണിക്കണ്ടേ? അല്ല, ബാമും മരുന്നൊക്കെ കൊടുത്തു, എന്നാലും കുറവൊന്നുമില്ല. ആ കുട്ടിക്ക് തീരെ വയ്യാണ്ടായിരിക്കും. അപ്പോൾ വിവേക് പറയുന്നുണ്ട്, എന്നാൽ ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, പെട്ടെന്ന് ആ കുട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കണം നമുക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അതൊന്നും വേണ്ട വിവേക് ഏട്ടാന്നോ അഭിയൊക്കെ പറയുകയാണ്. അല്ലല്ലോ, അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഞാനും കൂടി വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വസുന്ധര പറയുന്നുണ്ട്, ആ കുട്ടി കാരണമാണ് ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട് പോകുന്നത്, അവളില്ലാതെ ഞാൻ ഉദ്ഘാടനം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ധനപാലൻ പറയുന്നുണ്ട്, അവൾക്ക് നമ്മളോട് എന്തോ ശത്രുതയുണ്ട്, അത് മാറ്റണം. അങ്ങനെയാണെങ്കിൽ എന്നോട് ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല ആ കുട്ടി എന്ന് വിവേകും പറയുന്നുണ്ട്. അങ്ങനെയാണോ? എങ്കിൽ ആ കുട്ടി ഇന്ന്
പുറത്ത് കൊണ്ടുവരണം, നമുക്ക് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷ പെട്ട പോലെ കേട്ടോ ഇത്തവണെങ്കിലും വിവേകിൻ്റെ മുന്നിൽ എത്തിപ്പെടാതെ വർഷയ്ക്ക് ഒരു നിവൃത്തിയില്ല കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.